മിന്നും താരം. വ്യത്യസ്ത മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളുമായുള്ള അഭിമുഖം. മിന്നും താരം. റേഡിയോ ഫോർ യു 89.6 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും മിന്നും താരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നാത്താൻ കേസുകൊട് എന്ന സിനിമയിലൂടെ കലാരംഗത്തേക്ക് ചുവടുവച്ച കാസർഗോഡുകാരുടെ പ്രിയപ്പെട്ട കുഞ്ഞികൃഷ്ണ പണിക്കരാണ്. സർ, സ്വാഗതം. നമസ്കാരം. സാറിന്റെ ആദ്യത്തെ പടം നാത്താൻ കേസുകൊട് എന്നല്ലേ? അതെ. എങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള ചുവടുവെപ്പ്? എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സിനിമയിലൊന്ന് അഭിനയിക്കണം എന്നുള്ളത്. അപ്പോൾ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ മിമിക്രി, മോണാക്ട്, നാടകം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഫസ്റ്റും സെക്കൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ നിന്ന് ഡിസ്ട്രിക്റ്റിലേക്ക് പോകുമല്ലോ. അപ്പോൾ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടുന്ന് സോൺ, ഇൻ്റർ സോണിൽ അതിൽ എനിക്ക് മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടി, ചിത്രരചനക്ക് കിട്ടി. അങ്ങനെ ഓരോന്നിനും ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് എല്ലാം കിട്ടി. അപ്പോൾ അത് വെച്ച് നമ്മളെല്ലാവരും കൂടി ഒരു ട്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ ആ ട്രൂപ്പിൽ നിന്ന് ഇഷ്ടംപോലെ പരിപാടി കിട്ടലുണ്ട്. അപ്പോൾ അത് കുറച്ച് വളർന്ന് വന്നു. മിമിക്സ് ട്രൂപ്പ് വലുതായി. ന്യൂ ചാപ്ലിൻസ് ചന്തേര, അതിൽ കുറേ ആർട്ടിസ്റ്റ്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാത്ത് ഉത്സവത്തിനും അവിടെയൊക്കെ പോയി മിമിക്സ് നടത്താറുണ്ട്. അപ്പോൾ അത് ഒരു സന്തോഷമില്ല കാര്യങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അന്നേരം നമുക്ക് ഒരു ആഗ്രഹമാണ് സിനിമയിലേക്ക് എന്തായാലും കിട്ടും എന്നുള്ളത്. അതൊന്നും അന്നേരം കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ് എന്നാത്താൻ കേസുകൊടിലേക്ക് ഓഡീഷന് പോയി. അങ്ങനെ അവർ സെലക്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഈ മിമിക്രിയും പാട്ടും കാര്യങ്ങളെല്ലാം അവർ കേട്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. വിളിക്കാമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ മാറി. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ബിഗ് സ്ക്രീനിലേക്കുള്ള ചുവടുവെപ്പ്, അതിൻ്റെ അനുഭവങ്ങൾ? അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. ക്യാമറ ഇത് എവിടെയാണ്, എങ്ങനെയാണ്, ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യണം, ഒന്നും ഒരു പിടുത്തമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ ഡയലോഗ് എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യേണ്ടത്. സംവിധായകൻ രതീഷ് പൊതുവാൾ സാറ് നമ്മളെ ഫ്രീ ആയി വിടും. ഇന്നതാണ് സംഭവം, ഡയലോഗ് ഇതാണ്, ഇത് നിങ്ങളെ രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്തോളാം, ഇതാണ് സാറിൻ്റെ വാക്ക്. പിന്നെ ചാക്കോച്ചൻ ഒരു ജാടയില്ലാത്തൊരു മനുഷ്യനാണ്, എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരും. രാജീവ നല്ല വിളിക്കാനൊരു ഉള്ളിലൊരു പേടി. അപ്പം എന്നോട് പറഞ്ഞു, അങ്ങനെയുള്ളൊരു പേടിയോ കാര്യം, നിങ്ങൾ പോലീസാണ്, ആ ഒരു രീതിയിൽ നിങ്ങൾ സംസാരിച്ചോ, ഒന്നിനൊരു പേടി വേണ്ട, ധൈര്യത്തിലങ്ങ് ഡയലോഗ് പറഞ്ഞു. അപ്പോൾ ഡയലോഗ് പറയാൻ തരുന്നതെല്ലാം ഞാനെല്ലാം വിപരീതമാണ്. എന്ന് പറഞ്ഞാൽ രാജീവ ഒരു അറസ്റ്റ് ഉണ്ടല്ലോ എന്നെല്ലാം പറയുന്നത്, ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് അവിടെ കട്ട് ചെയ്തു അടച്ചിരിക്കാൻ തുടങ്ങും. പിന്നെ ആദ്യം ഒരു ടേക്ക് ഒരുപാട് നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ, അത് ഒരുപാട് ടേക്ക് പോവോ. ചാക്കോച്ചനെല്ലാം ബാക്കിയിലെ നടന്മാരായിട്ടെല്ലാം നല്ല എക്സ്പീരിയൻസിലുണ്ടല്ലോ. ഞാനെന്നാ പറയുന്നതെന്ന് തന്നെ ചാക്കോച്ചന് ഒരു പിടുത്തം ഉണ്ടാവില്ല. അതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, പരാതി പോലെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ട് തരണം, ഒരു പരാതി എഴുതിയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം എന്നാണ് എന്നോട് പറയാൻ പറഞ്ഞു. പക്ഷേ അതെനിക്ക് അവിടെ ആക്ഷൻ റെഡി എന്ന് പറയുമ്പോൾ ഒരു പരാതി പോലെ ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് സ്റ്റേഷനിലേക്ക് കൊടുത്താൽ മതി, രാജേഷേ നോക്ക്, അങ്ങനെയുള്ള ഒരു ഡയലോഗാണ് എൻ്റെ കയ്യിൽ നിന്ന് വന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇനി അത് മാറ്റണ്ട, അതങ്ങനെ ഉണ്ടായിക്കോട്ട്, അത് നന്നായിട്ടുണ്ട് പറഞ്ഞു. നമുക്ക് എന്തെന്നാ ചെയ്യേണ്ടതെന്നില്ല ഒരു പിടുത്തം കിട്ടാത്തൊരു സംഭവമാണ് സിനിമ. പക്ഷേ എല്ലാം കഴിഞ്ഞ് എല്ലാം ഒരു റെഡി ആയിട്ടാകുമ്പോൾ ഒരു സന്തോഷം വന്നു, ഒരു ധൈര്യം വന്നു. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു, എങ്ങനെ വേണമെങ്കിലും അവർ ചെയ്തു തരും നമുക്ക്. അത്ര നല്ല ഒരു വർക്കായിരുന്നു എന്നാത്താൻ കേസുകൊടിൽ. ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ കഥാപാത്രം ഇത്രത്തോളം ക്ലിക്കാകുമെന്ന് കരുതിയിരുന്നോ? ഒരിക്കലുമില്ല. അതായത് ഈ സിനിമയിൽ ഞാൻ ഉണ്ടാവുമോ എന്ന് തന്നെ എനിക്കൊരു സംശയമാണ്. അങ്ങനെയല്ല, ഇത് സിനിമയല്ലേ, ഏത് നിമിഷം ചിലപ്പം എവിടെയും വെക്കാം കത്രിക. സ്ക്രീനിൽ സിനിമ ഓരോന്ന് കഴിഞ്ഞ് വരുന്നോളും എനിക്കിങ്ങനെ ഹൃദയം പിടിക്കുന്നു, ഇതിൽ ഞാനുണ്ടോ, ഇനി ഉണ്ടാവൂലേ, ഇതെന്തെന്നായിരിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ പടം തുടങ്ങുമ്പോഴേ ഒരു പേടിയും കയ്യിലൊരു തണുപ്പും ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായത് എനിക്ക്. പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും, എൻ്റെ വൈഫിൻ്റെ പേര് സീമ, മൂത്ത മകൻ്റെ പേര് അർജു, അഞ്ജന, ഇവരെല്ലാം വളരെ സപ്പോർട്ടാണ് ഉണ്ടായിന്. തെയ്യത്തിൻ്റെ ഒരു രംഗമുണ്ട്, അതിലേക്കെല്ലാം ഇവരെല്ലാം ഞാൻ കൂട്ടി പോയിരുന്നു. ശരിക്കും സിനിമയ്ക്കകത്തും ഒരു തെയ്യം കലാകാരനാണ്, അതോടൊപ്പം ഒരു പോലീസുകാരനാണ്, ജീവിതത്തിലും ഒരു തെയ്യം കലാകാരനും കൂടിയാണല്ലേ? അതെ. എൻ്റെ തലമുറകളെല്ലാം, അതായത് അച്ഛൻ്റെ അവരെല്ലാം നല്ല ഈ തെയ്യ ഫീൽഡിലുള്ള ആളെന്നാണ്, അപ്പാന്നാ വിളിക്കുക. അങ്ങനെയുള്ളൊരു സംഭവമാണ് നമ്മളെ തെയ്യ ഫീൽഡിൽ. അതായത് തെയ്യത്തിന് പോയി കഴിഞ്ഞാൽ അതിന് വ്രതമെല്ലാം വേണം. തീച്ചാമണ്ടി എന്ന് പറയും, അങ്ങ് അങ്ങോട്ട്, ഇവിടെ ഒറ്റക്കോലം എന്ന് പറയും. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ പറഞ്ഞു, എനിക്ക് പൊളിച്ചൊക്കെ ഒറ്റക്കോലത്തിന് പോകാനില്ലതാണെന്നെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇട്ടതാണ്. അതായത് ഇവനെ പൊറോട്ട കയറും പോലെ കയറി പരിപ്പ് ഇളക്കി സാറേ എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിലെ സാറേ ബഹളം ഉണ്ടാവൂലേ, ഒന്നും ഉണ്ടാകാണ്ട് നിൽക്കാൻ പറ്റൂലല്ലോ. ഈ കേസൊന്നും ഒന്നും അല്ലാതെ രീതിയിലേക്ക് കൊണ്ടുപോകണം, അതാണ് എൻ്റെ പരിപാടി. അപ്പം രാജീവനോട് കേസെല്ലാം കഴിഞ്ഞൂടെ പോടോ,
അങ്ങനെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം അവർ കൈവന്ന് വന്ന സംഭവമാണ്. അതെല്ലാം സപ്പോർട്ട് അവരുണ്ട്. ചെയ്തോ എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമായല്ല. പുതിയതായിട്ട് വന്ന കലാകാരന്മാരെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത മറ്റൊരു ക്രൂ ഉണ്ടാകുകയല്ല അല്ലേ? ഇല്ല, നല്ല സപ്പോർട്ട്. എന്നാൽ താൻ കേസുകൊട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഏകദേശം 11ഓളം സിനിമകൾ പിന്നീട് ചെയ്തല്ലേ? ചെയ്തു. അതിലൊരു ഷോർട്ട് ഫിലിമും ചെയ്തു. ആദ്യം എന്നത്താൻ കേസുകൂടിൽ ഉണ്ട്. പിന്നെ മദനോത്സവം, രതീഷ് സാറ് അതിന്റെ സ്ക്രിപ്റ്റ്, സുധീഷ് സാറാണ് അതിന്റെ ഡയറക്ടർ. അതും നന്നായി ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. സിനിമ സുരാജ് വെഞ്ഞാറുമൂട്. അപ്പോൾ അതെല്ലാം എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്, സുരാജ് ഏട്ടൻ്റെ ഒന്നിച്ച് അഭിനയിക്കാനും. അതായത് ഒരു നടൻ്റെയും ദൂരെ പിറകിലല്ല, അടുത്ത് നിന്ന് തന്നെ അയാളായിട്ട് ഇടപഴകാനുള്ളൊരു സംഭവം എനിക്ക് കിട്ടി. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഈ സിനിമ ഞാൻ വിചാരിച്ചു എന്നാത്താൻ കേസോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി സിനിമയൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ വിളി വന്നു, അപ്പം നിങ്ങൾ വാ. ഓഡിഷന് പോയി, സെലക്ട് ചെയ്തിട്ടാകുമ്പോൾ ഡേറ്റ് തരും. ഡേറ്റ് തന്ന് ബളാലിൽ നിന്നാണ് അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം. അതിൽ ഞാനൊരു ബ്രോക്കറായിട്ട് സുരാജേട്ടൻ്റെ ഒന്നിച്ച്, സുരാജേട്ടനെ കൊണ്ടുവരും. കോഴിക്കുഞ്ഞിൻ്റെ കച്ചവടമാണല്ലോ, കോഴിക്കുഞ്ഞ് എല്ലാം പോകുന്ന വീടെല്ലാം അനാഥയാകുന്നു. ഇയാൾ ഒന്നുമില്ലാത്ത പൈസയോ കാര്യമോ ഒന്നുമില്ലാതെ ആവുന്നു. അപ്പോൾ ഇയാളെ കൂട്ടി കാശെല്ലാം മേടിച്ച് ഇയാൾക്ക് കൊടുത്തു. മദന സന്തോഷമായില്ലേ, ഇനി നീ നന്നായി വാ എന്നെല്ലാം പറയുന്ന ഒരു ഡയലോഗ്. അതൊരു പാട്ടിൻ്റെ സീനിലെല്ലാം ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ഷോർട്ട് ഫിലിം വധു വരിക്കപ്ലാവ്, അത് വെള്ളരിക്കുണ്ട് എന്നാണ് ചെയ്തത്. അതിൻ്റെ സംവിധായകൻ ചന്ദ്രു വെള്ളരിക്കുണ്ട്. അയാളെ ജീവിതാനുഭവമാണ് ആ കഥ. ഒരു സിനിമ ലുക്ക് തന്നെയാണ് അത് ഉണ്ടായത്. പ്രേക്ഷകർ നല്ലോണം അംഗീകരിച്ച ഒരു ഷോർട്ട് ഫിലിമാണ്. അതിന് അവാർഡും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. തായമ്പക വിദ്വാനായ സാറിന്റെ ഉള്ളിൽ ഒരു നടൻ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് എന്നാണ് തിരിച്ചറിഞ്ഞത്? അതായത് തെയ്യ ഫീൽഡിൽ പോയി പിന്നെ തെയ്യാണെന്നല്ലോ. മുമ്പേ സ്റ്റേജിലും പരിപാടി നടത്തിയോണ്ട് ആൾക്കാരായിട്ട് ഒരു സഭാകമ്പമില്ല. ആരെ മുമ്പിലും നമുക്ക് വാക്ക് പറയാനും നന്നായിട്ട് പെരുമാറാനും ഇതിലൊരു കഴിവ് ഈ തെയ്യ ഫീൽഡിൽ തന്നെ നമുക്ക് കിട്ടി. അതായത് മൊഴിയും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരിക്കണമല്ലോ തെയ്യം കെട്ടുമ്പോൾ. അപ്പോൾ ഓരോരുടെ സങ്കടങ്ങളും കാര്യങ്ങളെല്ലാം തെയ്യത്തോട് പറയും. അത് തെയ്യം അതിൻ്റെ രീതിയിൽ അവരോട് സംസാരിക്കും. എല്ലാം കൂടി ഒരു ദൈവാനുഗ്രഹം കിട്ടിയതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയൊരു സാഹചര്യം. സാറിന്റെ ജീവിതവുമായി ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം ഏതാണ്? ചെറുപ്പത്തിൽ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അനിൽകുമാർ ഒരു കഴുത എന്നുള്ളൊരു നാടകമായിരുന്നു. പപ്പം വെങ്ങര എന്ന് പറഞ്ഞൊരു ആളാണ് സംവിധാനം ചെയ്തത്. ചെറിയ സ്കൂൾ ജീവിതമല്ലേ, സ്കൂളിൽ പോകാൻ മടിയാണ്. അതായത് സ്കൂളിലേക്ക് പോകുന്ന പറഞ്ഞ് പോയി വേറെ എവിടെയെങ്കിലും നിൽക്കും. സമരം എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകില്ല. അങ്ങനെയുള്ളൊരു ചെറിയ കുസൃതിത്തരെല്ലാം ഉണ്ട്. ഒളിച്ചു നിൽക്കും. വൈകുന്നേരം ബെല്ലടിക്കാനാകുമ്പോൾ വീട്ടിലേക്ക് എത്തും. അപ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് മാഷ് വന്നു, മകൻ സ്കൂളിലേക്ക് വരുന്നില്ലല്ലോ, ദിവസം സ്കൂളിലേക്ക് വരുന്നതല്ലേ എന്ന് പറഞ്ഞു. ഇല്ല, അന്നെല്ലാം ഈ വലിയ തോടുണ്ടാവില്ല ഇങ്ങനെ, ആ തോടിൻ്റെ സൈഡിൽ ഇരിക്കും. അപ്പോൾ കയ്യോടെ അച്ഛൻ വന്ന് പിടിച്ചു, അതേപോലെ സ്കൂളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരു 10ാം ക്ലാസ് വരെ അങ്ങനെ പോയി. പിന്നെ തെയ്യ ഫീൽഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പിന്നെ തെയ്യത്തിന് പോയി തെയ്യം കെട്ടാൻ തുടങ്ങി. 12 വയസ്സിൽ തെയ്യം കെട്ടി, ഒറ്റക്കൊല്ലം തീച്ചാൻ വേണ്ടി, തീയിൽ വീഴുന്ന തെയ്യം. അപ്പോൾ ഈ 2-3 കൊല്ലം അപ്പുറം ആചാരപ്പെട്ടു, പണിക്കരായി തെയ്യം കെട്ടിയിട്ട് തന്നെ. അതാണ് നമ്മളെ ജീവിതം. അപ്പോൾ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവം എന്ന് പറഞ്ഞാൽ ഒന്നും പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിലും ഇപ്പോൾ എല്ലാവരും അറിയാനും സിനിമാ നടൻ വലിയതല്ലേ എന്നെല്ലാം പറയുമ്പോൾ ഞാൻ സാധാരണക്കാരൻ തന്നെ, കാണുന്നതൊക്കെ അയാൾ വലിയ സിനിമാ നടൻ വലിയൊരു ഇതാണ്. അങ്ങനെ സന്തോഷത്തോടെ പോകുന്നു. മുമ്പോട്ടുള്ള സമയങ്ങളിൽ ഏതുതരം കഥാപാത്രം ചെയ്യാനാണ് താല്പര്യം? കോമഡി ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. കോമഡി നടന്മാരുടെ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു വേഷമാണ് കോമഡി കഥാപാത്രങ്ങളുടെ എന്ന്. കോമഡിയും ചെയ്യാൻ അതിൽ കുറച്ച് സീരിയസ് ആയ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചൊരു കോമഡി ചെയ്യാനുണ്ടല്ലോ, അതൊക്കെ എനിക്ക് ചെയ്യാൻ വലിയൊരു താല്പര്യമാണ്. ഇനി അങ്ങനെയുള്ളൊരു വേഷം കിട്ടിയാൽ ചെയ്യാൻ ഞാൻ ഉണ്ടാവും. ഇനി റിലീസാകാൻ പോകുന്ന പടങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഇനി റിലീസാവേണ്ടത്, ഇപ്പോൾ പൊറോട്ട നാടകത്തിൽ ചെറിയൊരു സീനുണ്ട്. ഇപ്പോൾ ഒരു ജാതി ജാതകം, കുണ്ടലപുരാണം റിലീസായി കഴിഞ്ഞു, ഇപ്പോൾ ഇറങ്ങിയത്. ഇനി ഹത്തന ഉദയ, അങ്ങനെ കുറച്ച് പടങ്ങൾ ചെറുതെല്ലാം ഉണ്ട്. ഇനിയിപ്പം ഒന്ന് സ്റ്റാർട്ടിങ് ചെയ്യാനുണ്ട്. അത് പാലക്കാട് നിന്നാണ്, ചെറിയ സീനായിരിക്കും. അപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വിളി പ്രതീക്ഷിക്കുന്നു. സാറിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മിന്നും താരത്തിലെ ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നതിന് സാറിന് വളരെയധികം നന്ദി. താങ്ക് യു. മിന്നും താരം വ്യത്യസ്ത മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളുമായുള്ള അഭിമുഖം. മിന്നും താരം.